ഫുള്ള് വേറെ പുതിയ ജോലി ഇപ്പം ഇപ്പുറത്തേക്ക് കിട്ടി. അവിടെ സൗദിയിൽ വെക്കേഷന് പോയി തിരിച്ച് നേരെ ക്യാൻസറാക്കി പോയല്ല 2 മാസത്തേക്ക് വെക്കേഷനിൽ സൗദിയിൽ പോയതാണ്. ഇപ്പുറത്തേക്ക് ഒരു ചങ്ങായിട്ടുണ്ട് ഒരു പാലക്കാട് ചങ്ങായി. ഞാൻ ഓന് സൗദിയിൽ ഒന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൻ വന്നിട്ട് 6 മാസമായി ഇപ്പുറത്ത്. അങ്ങനെ ഇവിടെ വെക്കേഷൻ വന്ന് വേറെ സെക്ഷനിൽ ഇപ്പുറത്ത്. അപ്പോൾ പറഞ്ഞ് കയറിക്കോന്ന് പറഞ്ഞ് അങ്ങനെ സൗദി കൊടുത്ത് വെക്കേഷൻ പണി കുറവ് സാലറി മെച്ചമുണ്ട് സിസ്റ്റം അല്ലോ ടൈമിങ് എന്തുകൊണ്ടും അതെന്തുമില്ല പേപ്പറിലാണ് ഉള്ളത്. കല്യാണം കഴിച്ചിട്ട് 2 കുട്ടികളുണ്ട്, 2 പെൺകുട്ടികൾ. ഒന്ന് 4 വയസ്സായി, പിന്നെ ഒന്ന് 1.5 വയസ്സായി. നീ പറയുന്നല്ല കേക്കണോ? ടിപ്പുനഗർ അറിയാം? ടിപ്പുനഗർ ഇല്ലേ? അവിടെ എൻ്റെ മരിയോളുണ്ട്, മൊയ്തൊന്നുമില്ല, തളങ്ങരയിൽ നിന്ന് വന്ന്. അപ്പൊ അങ്ങനെയാണ് ടച്ച് അപ്പൊ ആ സമയത്താണ് ഫാറൂഖ് വരുന്നത്. കറക്റ്റ് ലൊക്കേഷനിലേക്ക് തന്നെ എത്തി. ഓക്കെ, എന്തുകൊണ്ട് ഞാൻ വന്നത് ഇപ്പോ കമ്പനി സൈഡ് മുമ്പത്തേനേക്കാളും കണ്ടില്ലെങ്കിൽ ബക്കറ്റിലേക്ക്. അതുപോലെ എല്ലാ കൂട്ടായ്മയാണ് നമുക്ക് ഒരു കമ്മിറ്റി ഒരു ഉഷാറാക്കി എടുക്കണം. ഇനിയുണ്ട് ആൾക്കാർ ഇനിയുണ്ട്. സൂക്കിൽ 1-2 ആൾക്കാരുണ്ട്. ഒരു വിഷയമാക്കിയിട്ട് കമ്മിറ്റി ആക്കിയിട്ട് നല്ല മുമ്പോട്ട് പോകണം. സ്ട്രോങ്ങിൽ എല്ലാ സപ്പോർട്ടും ഉണ്ട്. എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. പണിക്ക് ബുദ്ധിമുട്ടായ രീതിയിൽ സഹായം ഉണ്ടാവും. അടുത്ത പൈസ തന്നെ പറഞ്ഞിട്ട് പൈസന്റെ കാര്യങ്ങൾ. എൻ്റെ പേര് ഫൈസൽ. ഞാൻ മൊബൈലാണ്. ഞാൻ ഒമാനിൽ 16 വർഷമായി. ഫസ്റ്റ് സെൻട്രൽ മാർക്കറ്റിൽ മവാലുണ്ടായിരുന്നു. പിന്നെ സ്കൂളിലായി പിന്നെ പോയി KC സെൻറ്ററിലാണ് ജോലി ചെയ്തത്. പക്ഷെ അതെല്ലാവരും കാണാനും കൂടാനും പറ്റും. കണ്ടിരിക്കാം. ഇതുപോലെ പോകാൻ പറ്റും. പൈസ എന്റെ ഫാമിലി വരാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഫയർ പ്രദാനം ചെയ്യട്ടെ. അതുപോലെ തന്നെ ആരെങ്കിലും അൽമാരയും ഒരു പെട്ടിന്റെ കാര്യം റൂം വേണ്ട, സാധനം ഒമാനില് 16 വർഷമായി. പക്ഷേ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. 3 വർഷം പിന്നെ വീണ്ടും തോന്നി ഗുവാലിയാണ് ബെസ്റ്റ്. പിന്നെ വേറെ പ്രവാസം പറഞ്ഞാല് അൽബാസിലാണ് പണി. പിന്നെ ശരിക്കും 10 വർഷം പ്രവാസം അത്ര ഇഷ്ടപ്പെട്ട ഒരു സംഭവം. ട്രെയിനിൽ തല വെച്ച ദിവസം 100 ഓർമ്മയില്ല. ഇങ്ങനെ പോകുന്ന നമ്മളെല്ലാം നമുക്ക് നാട്ടിൽ ചെയ്യാൻ പറ്റാതെ പിന്നെ എല്ലാവരും ഗ്രൂപ്പിൽ പേര് എഴുതിയിട്ട് വന്നിട്ട് നമുക്ക് പേരെല്ലാം സേവ് ആക്കാൻ ആരും ചെയ്യുന്നു. എൻ്റെ പേര് മുൻഷി, സ്ഥലം ചെറുക്കള. എൻ്റെ പൂവലിയിൽ ഏകദേശം വന്നിട്ട് ഒരു 11 വർഷം. അതായത് ആദ്യം ഗൾഫിലേക്ക് വരുമ്പോൾ എല്ലാവരും പറഞ്ഞത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ബെറ്റർ. എന്നാൽ എൻ്റെ ആ സമയത്ത് വരുമ്പോൾ ഏകദേശം 23 വയസ്സാണ്. ആ സമയത്ത് വരുന്ന സമയത്ത് എന്നോട് പറഞ്ഞ് ദുബൈയാണ് ആദ്യം ഒമാനിലേക്ക് വന്നു, ദുബൈയിൽ വന്നു. പിന്നെ ഇവിടുത്തെ കാലാവസ്ഥ എല്ലാം സെറ്റായി. പിന്നെ ഇവിടെ ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. അത് തോന്നുന്നല്ല, അത് പോവാൻ കഴിയുന്നു. പിന്നെ ഇവിടെ പിടിച്ചു നിന്നു. ഇപ്പോൾ കോഫി ഷോപ്പിലിടാൻ വന്നു. ഇവിടെ തന്നെ മോള് ഏകദേശം 5 വർഷമാണ് കോഫി ഷോപ്പിൽ. കോഫി ഷോപ്പിൽ
ഏകദേശം എല്ലാ കാര്യങ്ങളും പോകുന്നുണ്ട്. അതുകൊണ്ട് പ്രവാസി യോജനയെ കുറിച്ച് നോക്കിയിട്ടുണ്ട്. എൻ്റെ പേര് ഉത്തമൻ, കാഞ്ഞങ്ങാടാണ് സ്ഥലം. പിന്നെ ഇവിടെ വന്നിട്ട് വാരിശാല കൂടെ കുറെ കാലം, ഈ 10-13 കൊല്ലമായി വാരിശാല കൂടെ. മുമ്പ് മലേഷ്യയിലായിരുന്നു, ഇപ്പോൾ ഇവിടെ മുപ്പര കൂടെ തന്നെ കുറെ കാലമായിട്ട് മുപ്പര കൂടെ തന്നെ. പിന്നെ ഇവിടെ 4 വർഷമായി വാലിബി. ആദ്യമായിട്ട് പരിചയപ്പെടുന്ന മുസ്ലിമത്തെ ഇപ്പോഴും ഷാദി എവിടെയായിരുന്നു ഉണ്ടായത് ഇവിടുത്തെ? ആദ്യം ഞാൻ പരിശീലനം കൂടെ തന്നെ മലേഷ്യയിലായിരുന്നു. മലേഷ്യയിലാണ്. ഇപ്പോഴും ഇവിടെ നിന്നില്ല, അവരെവിടെ നമുക്കിവിടെ തന്നെ ഇപ്പോഴും. വേറെ ഒന്നുമില്ല പറയാൻ. ഞാൻ നാട്ടിലെ കാസർഗോഡ് നെല്ലിക്കുന്ന് ടൗൺ തന്നെ. നെല്ലിക്കുന്ന് ടൗൺ അല്ല, പിന്നെ ഞാൻ ഗുവാലിയിൽ വന്നിട്ട് ഏകദേശം ഇത് 10ാമത്തെ വർഷം കമ്പ്യൂട്ടർ ഷോപ്പിലാണ്. കാസർഗോഡ് ഇങ്ങനെ ഇത്ര ആൾക്കാരുണ്ടെന്ന് അറിയില്ല. ഞാൻ വരുന്ന ടൈമില് ചുരുക്കി ചില ആൾക്കാർ ഇബ്രാഹിം, പിന്നെ നമ്മുടെ ജാബിറുണ്ട്, അവരിപ്പോ പരിധിയിലെടുത്ത് വന്നിട്ടില്ല. ജാബിർ, പിന്നെ അവരെല്ലാം പണ്ടേയുള്ള ആൾക്കാരാണ്, ഇത് നമുക്ക് അറിയുന്നത്. ഇപ്പൊ ഈ ഇത് കാണുന്ന ഏകദേശം ആൾക്കാരെല്ലാം പുതിയ ആൾക്കാരാണ്. നമ്മളെ റൂമിൽ വെച്ചാല് എല്ലാം ഉള്ള തെക്കന്മാർ കാസർഗോഡ് കാസർഗോഡും തെക്കന്മാരിങ്ങനെ അലാറം കൊടുക്കും, മേടിച്ചു, തിന്നു, കിടന്നുറങ്ങി, തിന്നു. പെരുന്നാൾ പോലും പറഞ്ഞ ടീമാണ് കാസർഗോഡ്. അന്ന് ബിലാലുണ്ടായിന്. പിന്നെ ഇപ്പൊ അതില്ല പറയാനുണ്ട്, അഷ്ടാഴ്ചയുണ്ട്, റൈസ് ഉണ്ട് പറയാൻ. ഞമ്മൾ പെരുന്നാക്കലൊന്ന് പൊളിച്ചാക്കണമെങ്കിൽ പിന്നെ എങ്ങനെയല്ലോ ഇത് ഏകദേശം സെറ്റാണ്. ആദ്യം വന്നപ്പോ ഇവരൊക്കെയാണ് ഞാൻ എനിക്ക് പഠിച്ചത്. നമ്മൾ നാട്ടിലിങ്ങനെ പുള്ളി ഉത്സാഹം വീട് നോക്കിയെങ്കിൽ അലാറം ഇതന്നെ പണിയത് മറ്റേ ഒരു എൻജോയ്മെന്റും ഇല്ല, ഒരു ഇതുമില്ല. അപ്പൊ ഇൻഷാല്ലാ ഇപ്പൊ ഇത്ര ആൾക്കാരായ സ്ഥിതിക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു പെരുന്നാൾ ഒരു എല്ലാവരും പ്ലാൻ റിസോർട്ടിൽ പരിപാടി പെരുന്നാളിന്റെ വിറ്റതല്ലോ ഇൻഷാല്ലാ. പിന്നെ അത്യാവശ്യം നിർദ്ദേശത്തിനല്ലോ നമ്മളെ വരുന്നൊരു വേറൊരു പരിപാടി പ്രോഗ്രാം ഇപ്പൊ ലുലുവിന്റെ അവർ ചെയ്യുന്നുണ്ട്. അവർ നമ്മളെ കാസർഗോഡ് കൂട്ടായ്മന്റെ വിചാരിക്കുന്നത് നമുക്കൊരു കമ്മിറ്റി വേണം. അതായത് ഈ ഗ്രൂപ്പ് നല്ല ചരിച്ചുകൊണ്ട് പോകുന്നത് വളരെ നമ്മളെ ഇബ്രാഹിം ഷാ, പിന്നെ ആശ്ചാഴ്ചകളുണ്ട്, പിന്നെ 4 മണിയാവുന്ന ഞമ്മല്ലേ ഒരു പരിപാടി ആയില്ലേ അതിന്റെ വിജയം എല്ലാവരും പരിപാടിന്റെ വിജയം എല്ലാവരും നമുക്ക് കൊണ്ടുവരാൻ ഓരോരാൾ ശ്രമിച്ചെങ്കിൽ ആ പരിപാടി ഉഷാറാക്കാൻ വേണ്ടി പറ്റും. ആകെ 4 ആളുണ്ടായത് ഈ ഗ്രൂപ്പിൽ. ഇബ്രാഹിം റപ്പിച്ച അതിന് ഞാൻ ഇവരോട് പറഞ്ഞു ആടെ അപ്പൊ നീയാണോ ഇവരെ പറഞ്ഞ് ആ പൈസ എല്ലാം കിട്ടി. അങ്ങനെ നോക്കുമ്പോ 6 ആളായി, പിറ്റേ ദിവസം 10 ആളായി, പിന്നെ 12 ആളായി, ഇപ്പൊ 25 ആള്. എന്തൊരു ആവശ്യത്തിന് നമ്മൾ അങ്ങനെയാണ് നമുക്ക് ഡ്യൂട്ടി ചിലപ്പോ അമ്മാനികൾ ഇതുണ്ടാവില്ല. അപ്പൊ ഞാൻ ഉള്ള സത്യം പറയാം, നമ്മുടെ കാശുണ്ടാകുന്നവർക്ക് ഏറ്റവും ഉപകാരം കിട്ടിയ തന്നെയാണ് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഒരു സാമൂഹ്യ സന്നദ്ധ സേവകൻ എന്ന് പറയും. ആരും ഇത് കാണാണ്ട് ഒരു പറഞ്ഞു. പിന്നെ അതുപോലെ നമ്മളെ അർഷാദ് നാട്ടിലൊരു സാമൂഹ്യ സേവകനായിരുന്നു. അതല്ല ഇങ്ങനെ പൊലിസാക്കാൻ ഉഷാറാണ്. അയാളിന്റെ കേട് പോകുന്നുണ്ടെങ്കിൽ പിന്നെ അത് ടൈം പാസ് ആണെന്നറിയില്ല. അപ്പൊ ഈ കൂട്ടായ്മ എപ്പോഴും നമുക്ക് വീടെല്ലാത്തോളം കാലം ഇപ്പോഴും പോകണം, നമുക്ക് പോകണം. അതെല്ലാ ഇത് എന്ന് പറഞ്ഞ ഒരു ഇത് ആശംസിച്ചുകൊണ്ട് വലൈക്കും സലാം.
ഓർക്കാം. പേരെല്ലാവർക്കും അറിയില്ല 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 എല്ലാരും പറയുന്ന എവിടെ എവിടെ സ്ഥലം എവിടെ സ്ഥലം എത്തിയിട്ട് ഏകദേശം 12 കൊല്ലമായി തോന്നുന്നു. എന്താ പറഞ്ഞാല് മുമ്പ് വന്നിനാണ്, പിന്നെ നാട്ടിൽ പോയിട്ട് 4-5 കൊല്ലം നിന്നിട്ട് പിന്നെ തിരിച്ചു വന്നതാണ്. അപ്പൊ ഇച്ചാന്ന് തന്നെ കൊടുക്കുന്നത് ഇച്ച. പിന്നെ ഞാൻ മുൻഷയിൽ ഒന്നിച്ചുണ്ട് ആദ്യം ഇച്ചാന്റെ ഷോപ്പിലാണ്. ഏകദേശം എല്ലാവരും ഫാമിലി തന്നെയാണ് ഉള്ള. ഇപ്പൊ ഇയാളായ ഫാമിലി, ഇതുവരെ അളിയൻ തന്നെ, ഇതും ഫാമിലി തന്നെ, എല്ലാം ഫാമിലി. എനിക്ക് തോന്നുന്നില്ല ഗുവാലിൽ ഏറ്റവും കൂടുതൽ ഫാമിലി അല്ല അതിന് ശേഷം പിന്നെ രണ്ടാം ഇച്ചാന്റെ ഷോപ്പിൽ പോയിട്ട് ഫാമിലി ആ സമയത്ത് ഉണ്ട്. 3 വർഷത്തിന്റെ മുകളിലായി ഓരോട് ഒന്നിച്ച്. അത് ശേഷം ഇങ്ങോട്ട് പോയാലേക്ക് വന്നു. ഇതാണ് ഈ ഹോട്ടലിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ അങ്ങനല്ല മസ്കത്തിലുണ്ടായില്ല സിറ്റിയില് അങ്ങോട്ടേക്ക്. അത് ബെറ്റർ ബെറ്റർ അത് ബെറ്റർ നോക്കുമ്പോ മസ്കറ്റ് ആണ്. അല്ല സെറ്റിംഗ് ആയിട്ടില്ല. ഞാൻ ബേസ് ചെയ്യുമ്പോ മസ്കറ്റ് ബഡ്ജറ്റ് ബേസ് ചെയ്യുമ്പോ പോവാ. കൂടെ തന്നെ ഞാനുണ്ടായി ഒരു 2 മാസക്കാലം. ഞാൻ പറഞ്ഞത് ബെറ്റർ എൻജോയ് ആക്കാനല്ലേ ബെറ്റർ തന്നെ അവിടെ തന്നെ. പണിയെടുക്കാൻ ബെറ്റർ ഇവിടെ ഇവിടെ 5 വർഷം കൂടി കാത്തിയാൽ മസ്കത്തിനായിട്ട് ഉഷാറാവുന്ന എന്റെ ഒരു അഭിപ്രായം. അതുപോലെ ഒരുപാട് മാറ്റം ബിസിനസ് ഏരിയ ആണ്. ഇപ്പൊ ഈ ഒരാഴ്ച 5 ഷോപ്പിന്റെ ഫർണിച്ചർ വർക്ക് നടത്തും. സൂറിന് എടുത്ത് അപ്പൊ കണ്ടിന്യൂ. ഓക്കെ യുവർ കണ്ടിന്യൂ. അപ്പൊ അങ്ങനെയാണ് അവസ്ഥ. പിന്നെ ഫാറൂഖ് അറിഞ്ഞ പോലെ ഇബ്രാഹിമിനെ പറ്റിട്ട് പറയുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ പറയാനുണ്ട്. എന്നാലും ഒരു ചെറിയൊരു ചുരുക്കത്തിൽ ഇങ്ങനെ പറഞ്ഞു വിടാം. എന്താ പറയുക, സമയമില്ലാതുകൊണ്ട്. ഞാൻ ഇബ്രാഹിമിനെ അന്ന് അറിയൂ ഇവിടെ വന്നിട്ട്. മുമ്പ് ഞാൻ വന്നതാണ് ചേച്ചാൻ ഷോപ്പിൽ. അപ്പോൾ എല്ലാം അറിയൂ ഇബ്രാഹിമിന്റെ ഷോപ്പുണ്ട്, പലപ്പോഴത്തെ ഒരാളെന്നല്ല. പക്ഷെ ഞാനായിട്ട് കോൺടാക്ട് ഇല്ല, ഓനായിട്ട് കോൺടാക്ട് ഇല്ല, കാണാനൊന്നുമില്ല. പക്ഷെ ഇവിടെ വന്നതിന്റെ ശേഷമാണ് ഞാൻ ഇബ്രാഹിമിനെ പരിചയപ്പെടുന്നത്. അലയാൻ ഒന്നിച്ച് പിന്നെ ഇവിടെ കണ്ടിട്ട് ഇങ്ങനെ പരിചയപ്പെട്ട്. പിന്നെ ഇബ്രാഹിമിന്റെ ഫാമിലി ഉണ്ട്, അടുത്ത ഞാൻ റൂമിലാണ്. അപ്പോൾ ഓനെ പരിചയപ്പെട്ടതിന് ശേഷമാണ് ഓൻ്റെ ഒരു സ്വഭാവവും കാര്യങ്ങളും ഒരു നല്ലൊരു ഇതെന്ന് പറയാൻ നമുക്ക് അറിയുന്നില്ല. എല്ലാവർക്കും ഒരു സഹായം ചെയ്യാനും ഒരു ഉപകാരം ചെയ്യാനുള്ള ഒരു മനസ്സാണ് ഇബ്രാഹിക്കുള്ളത്. അതല്ല എൻ്റെ ഫാമിലി ആയിട്ട് ഞങ്ങളുടെ ഫാമിലി എല്ലാം ഒരു വേറെ ഒരു പുറമത്തെ ആളെ പോലെ അല്ല, സ്വന്തം ഒരു ഫാമിലി പോലെ തന്നെയാണ്. അങ്ങനത്തെ ഒരു ഇതാണ് ഇബ്രാഹിമിന്റെ സ്വഭാവം. അങ്ങനെ പിന്നെ എല്ലാവരും ഇത്രയല്ല, വേറെ ഒന്നുമില്ല.